നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യഅജൂജ് മഅജൂജ് ലോകാവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നാശകാരികളാണ്. അവർ വരുത്തുന്ന നാശനഷ്ടങ്ങളെ പറ്റി, വിനകളെ പറ്റി പരിശുദ്ധ ഖുർആനും ഹദീസുകളും വ്യക്തമായി പരാമർശിച്ചു. ജനങ്ങളുടെ കായ്കനികൾ തിന്നു നശിപ്പിക്കും, വെള്ളം കുടിച്ചു വറ്റിക്കും. ആ നാശകാരികൾ വളരെ പരസ്യമായി മുമ്പ് കാലത്ത് നാശം വിതച്ചിരുന്നു. അവരെ കൊണ്ട് പ്രയാസം അനുഭവിച്ചിരുന്ന മർദ്ദിതരായ ഒരു ജനതയുണ്ടായിരുന്നു. ആ ജനതയുടെ അരികിലൂടെ ലോകം അടക്കി ഭരിച്ചിരുന്ന രാജാവായ ദുൽഖർനൈൻ രാജാവ് കടന്നുപോയപ്പോൾ ആ ജനങ്ങൾ രാജാവിനോട് യഅജൂജ് മഅജൂജ് എന്ന ആ നാശകാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശക്തമായ ഒരു മതില് പണിയാൻ ആവശ്യപ്പെട്ടു. ആ ഒരു സംഭവം സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം അള്ളാഹു പ്രതിപാദിക്കുകയാണ്. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ. അവർ നബിയെ താങ്കളോട് ദുൽഖർനൈനിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. താങ്കൾ പറയുക, അദ്ദേഹത്തെ പറ്റിയുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു തരാം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകുകയും എല്ലാ കാര്യത്തിനുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സുമ്മ അത്ബഅ സബബ. പിന്നീട് അദ്ദേഹം ഒരു യാത്ര ആരംഭിച്ചു, മറ്റൊരു മാർഗം പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ യാത്രയിൽ കണ്ട ഒരു അത്ഭുതകരമായ സംഭവം, ഹത്താ ഇദാ ബലഗ മത്ലി അശ്ശംസി വജദഹ തത്ലു അലാ ഖൗമിൻ ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര. അദ്ദേഹം സൂര്യോദയ സ്ഥാനമെത്തിയപ്പോൾ അത് ഒരു ജനതയുടെ മേൽ ഉദിച്ചുയരുന്നതായി അദ്ദേഹം കണ്ടെത്തി. അതായത് സൂര്യന്റെ മുമ്പിൽ അവർക്ക് നാം യാതൊരു മറയും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം രണ്ട് പർവ്വത നിരകൾക്കിടയിലെത്തിയപ്പോൾ അവയുടെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു ജനതയെ അദ്ദേഹം കാണുകയുണ്ടായി. പറയുന്നതൊന്നും മിക്കവാറും അവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല. അതായത് യഅജൂജ് മഅജൂജിന്റെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ജനതയെ സംബന്ധിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഖാലു, അവർ പറഞ്ഞു, യാ ദുൽഖർനൈൻ, അല്ലയോ ദുൽഖർനൈൻ രാജാവേ, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള്. യഅജൂജ് മഅജൂജ് വിഭാഗങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാകുന്നു. ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. ഞങ്ങൾക്കും അവർക്കുമിടയിൽ താങ്കൾ ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കിത്തരണമെന്ന വ്യവസ്ഥയിൽ ഞങ്ങൾ താങ്കൾക്ക് ഒരു കരം നിശ്ചയിച്ചു തരട്ടെയോ? അതായത് ഭൗതികമായ നേട്ടങ്ങൾ താങ്കൾക്ക് ഞങ്ങൾ നൽകാം, പ്രത്യുപകാരം നൽകാം, എങ്ങനെയെങ്കിലും ഒരു ശക്തമായ കോട്ട പണിതു തരണം. പക്ഷേ ദുൽഖർനൈൻ രാജാവ് അവരുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു ദുന്യവിയായ നേട്ടങ്ങളും ആഗ്രഹിച്ചില്ല, മറിച്ച് റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനുനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. എനിക്ക് നിങ്ങളുടെ ദുന്യവിയായ സഹായങ്ങൾ ആവശ്യമില്ല, പാരിതോഷികങ്ങൾ ആവശ്യമില്ല. അള്ളാഹുവിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അജഅൽ ബൈനകും വബൈനഹും റദ്മാ. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ബലവത്തായ ഒരു മതിലുണ്ടാക്കി തരാം. ആതൂനി സുബറൽ ഹദീദ്. നിങ്ങൾ എനിക്ക് ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്നു തരൂ. അങ്ങനെ ആ രണ്ട് പർവ്വത പാർശ്വങ്ങളുടെ ഇട സമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാറ്റൂതുക. അങ്ങനെ അത് പഴുപ്പിച്ച് തീ പോലെയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്നു തരൂ, ഞാനത് അതിന്മേൽ ഒഴിക്കട്ടെ. പിന്നെ ആ മതിൽക്കെട്ട് കയറി മറിയുവാൻ അവർക്ക്, അതായത് യഅജൂജ് മഅജൂജിന് സാധിച്ചില്ല. അതിനെ തുളയുണ്ടാക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ദുൽഖർനൈൻ രാജാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇത് എന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമാണ്, എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക. എന്റെ രക്ഷിതാവിന്റെ വാഗ്ദത്ത സമയം വന്നാൽ അവൻ അതിനെ തകർത്ത് നിരപ്പാക്കി കളയുന്നതാണ്. അതായത് യഅജൂജ് മഅജൂജിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ആ മതില് തകർന്ന് നാമാവിശേഷമാകും. യഅജൂജ് മഅജൂജ് അത് തകർത്തുകൊണ്ട് പുറത്തേക്ക് വന്ന്
ലോകത്ത് നാശങ്ങൾ വിതക്കുന്നതാണ്. അത് ലോകാവസാനത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഖർനൈൻ രാജാവ് യജൂജ് മഅജൂജിനെ തളച്ചിട്ട വൻമതിൽ ഏതാണ്? ചരിത്രകാരന്മാർക്ക് ഇന്നും ഏക അഭിപ്രായം ഈ വിഷയത്തിലില്ല. ചിലർ ചൈന വൻമതിലാണെന്ന് പറയുന്നുണ്ട് എങ്കിലും അത് അസംബന്ധമാണ്. എന്നാൽ അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അസർബൈജാന്റെയും അർമീനിയയുടെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന 2 മലകൾക്കിടയിലായിരുന്നു ആ ഇരുമ്പ് ഭിത്തി എന്നാണ്. ഈ അഭിപ്രായത്തിനാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അസർബൈജാൻ എന്നാൽ യൂറോപ്പിനും വടക്കു പടിഞ്ഞാറൻ ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ്. കാസ്പിയൻ കടലിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അസർബൈജാനിന്റെ അയൽ രാജ്യങ്ങളാണ് റഷ്യയും ജോർജിയയും അതുപോലെ തന്നെ ഇറാനും ടർക്കിയുമൊക്കെ. അർമീനിയ എന്നാൽ കരിങ്കടലിനും കാസ്പിയൻ കടലിനും ഇടയിലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ചരിത്രകാരന്മാർ പറയുന്നു, ഈ 2 രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന 2 പർവ്വത നിരയിൽക്കിടയിലാണ് യജൂജ് മഅജൂജിന്റെ ആ ഇരുമ്പ് ഭിത്തികൾ സ്ഥിതി ചെയ്യുന്നത്. അതാണ് അവർ ഗവേഷണം നടത്തുന്നത്. എന്തായിരുന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ നാശകാരികൾ ലോകത്ത് നാശം വിതക്കും. അവരുടെ ശക്തമായ കോട്ടകൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് കടന്നുവരും. റബ്ബ് ആ മുഫ്സിദീങ്ങളിൽ നിന്ന് നമ്മെയും ലോകരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്തായുള്ള മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീള് മിൻ ജമീഇൽ ബലായ വൽ അദാഇ വൽ അംറാദ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.